ഈ പാൻസിന്റെ സൈസ് എത്രയാണ്? അരയുടെ സൈസ്. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ എന്നെ കൊണ്ട് കിടത്തി, എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. നമുക്കൊരു പൂൾ സീൻ ഉണ്ട്, അപ്പോൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാവോ? ഈ പാൻസിന്റെ സൈസ് എത്രയാണ്? അരയുടെ സൈസ്. സംഭവം ബിക്കിനി അല്ല, മോണോക്കിനാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച താഴത്ത് ഒരു ഷാളാക്കാം എന്നാണ് വിചാരിച്ചത്. ഇതിലുള്ള പിക്ചർ അങ്ങനെ തന്നെ ഇട്ടുന്നേ ഉള്ളൂ. താഴത്തൊരു ഷാളാകുമ്പോൾ അത് മൂന്നായിട്ട് മടക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ മുകളിലത്തെ പീസ് ഇച്ചിരി ചെറുതായി പോയി. റെഡിയാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ നമ്മൾ നെഞ്ചിലേറ്റി സോഷ്യൽ മീഡിയയിലൂടെ വളർത്തി വലുതാക്കിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടീൻ, നർത്തകിയും, ഗായികയും, മോഡലും, എഞ്ചിനീയറും, എയർ ഹോസ്റ്റസും, ഒപ്പം തന്നെ നഴ്സും, ബിഗ് ബോസ് താരവും, ബാറുകളുടെ അംബാസഡറും, ബാർ ഡാൻസറും, സ്റ്റേജ് സിംഗറും, മലയാളികളുടെ തമന്ന എന്ന് വിളിപ്പേരുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രേണു സുധി. അതേ പ്രമുഖ താരത്തിന് കനത്ത തിരിച്ചടിയല്ല, താരം ഒരു അതിജീവിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. താരത്തിന് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതായത് ഒരു ആൽബവുമായി ബന്ധപ്പെട്ട് ഒരു ഷൂട്ട്. ആ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ചില ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അതെ, അത് താരം പുറത്തുവിടുകയും അതിനെ തുടർന്ന് താരത്തിനെതിരെ ഷൂട്ടിങ്ങിന്റെ അണിയറ പ്രവർത്തകർ ചില തെളിവുകളടക്കം പുറത്തുവിട്ടിരുന്നു. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. ഈ ഒരു വിവാദത്തോടു കൂടി താരത്തിന്റെ കരിയർ തന്നെ അവസാനിക്കാൻ പോവുകയാണോ? എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പ്രത്യേകിച്ചും ചാനൽ ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ്, ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം, അവരിറക്കിയ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അയാൾ കുറെ നേരം മിണ്ടുന്നപ്പോ അവരുടെ നാടകം കഴിഞ്ഞു. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രമുഖ നടിയെ ആൽബത്തിന്റെ പേരിൽ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം നീലച്ചിത്രം നിർമ്മിച്ച് സൈറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള ഒരു സംഘമായിരുന്നു താരത്തെ ആൽബവുമായി സമീപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താരത്തെ കൊണ്ടുപോയതിനു ശേഷം കംപ്ലീറ്റ് താരത്തിന്റെ നൂഡിറ്റി കവർന്നെടുത്തതിനു ശേഷം താരത്തിന്റെ സൗന്ദര്യം ഒപ്പിയെടുത്ത് പോൺ സൈറ്റുകളിൽ വലിയ വിലയ്ക്ക് വിൽക്കാനുള്ള പരിപാടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അതായത് ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. പിന്നെ എനിക്ക് തന്നെ 5000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല, ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ്. അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറൊന്നുമല്ല, എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോയത്. രാവിലെ എന്റെ കാശിന് 1500 രൂപ മുടക്കി ഞാനാണ് 1500 രൂപ മുടക്കി ഞാനാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് അവിടെ പോയതും തിരിച്ചു വന്നതും. ഞാൻ ഈ മീഡിയക്കാർ കുറച്ച് പേര് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവരുടെ കാറെ കയറി വന്നേ. അല്ലാതെ ഈ വൃത്തികെട്ടവും പറഞ്ഞ പോലെ ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. അത് എനിക്കറിയാം. അവിടെയുള്ള സകലമായ താരം ഇവിടെ പറയുന്നത്, തന്റെ വൻകിട പ്രൊജക്ടുകൾ പോലും മാറ്റിവെച്ചിട്ട് 5000 രൂപയുടെ ഒരു പ്രൊജക്ടിന് സ്വന്തമായി വണ്ടിക്കൂലി മുടക്കി താരം പോകുന്നു. തന്റെ കുടുങ്ങി എന്ന് പറയുന്ന തന്റെ ആദ്യ ആൽബത്തിൽ തന്നെ നായികയാക്കിയ ആ ഒരു സംവിധായകനോട് സഹകരിക്കാൻ വേണ്ടി താരം പോകുന്നു. അവിടെയാണ് താരത്തിന് ഈ ദുരന്തമുണ്ടായത്. അതിന്റെ പിന്നിൽ ഒരു താത്തയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് താരം വെളിപ്പെടുത്തുന്നത്. താത്തയുടെ ഗൂഢാലോചന പ്രകാരമാണ് ഇത്തരം ഒരു ആൽബം ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം
എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. അതേ കുടുങ്ങിയുടെ സംവിധായകൻ എന്ന് പറയുന്ന ആ ഒരു പകയൻ ഓനൊരു കാമക്കടുവയായിരുന്നു. അതായത് താരത്തിന്റെ ഏറെ സുന്ദരമായ പുക്കിളിൽ മുന്തിരിങ്ങ കൊണ്ടുവച്ചതിന് ശേഷം അത് നക്കുന്നതിനോടൊപ്പം പുക്കിളടക്കം നാക്കിട്ടോഴപ്പമുള്ള ഒരു പരിപാടിയായിരുന്നു ഓൻ ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്തിരിങ്ങ ആയതുകൊണ്ട് ഓനൊരു കാമക്കടുവയാവാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയ ഒരു കാമക്കടുവ. ഇനിവേ താരത്തിന് വലിയ നിരാശയാണ്, വലിയ ദുഃഖമാണ്. താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഇതുപോലൊരു ദുരന്തം ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു താരത്തെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് താരം പങ്കുവെക്കുന്നത്. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞ പറ്റൂല ചേട്ടാ പ്ലീസ് എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവരെ കൂട്ടിക്കൂട്ടി ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ ഞങ്ങൾ കഴിച്ചത്. അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാര് കസിൻസിനോടൊപ്പം വല്ലതും ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ടതല്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കംപ്ലീറ്റ് നീല ചിത്രം. താരത്തിന്റെ ഈ ഒരു അങ്കലാവണ്യം കണ്ട്, അതായത് താരത്തിന്റെ കഴിഞ്ഞ കാലത്തെ കുറച്ച് ആൽബങ്ങൾ ദാസേട്ടനോടൊപ്പമുള്ള ചില സീനുകളൊക്കെ കണ്ട് താരത്തിന്റെ ആ ഒരു ആകാര സമുഷ്ടി കണ്ടതിന് ശേഷം ഈ ഒരു ഡയറക്ടർ, അതായത് കുടുങ്ങിയ ആൽബത്തിൽ സംവിധാനം ചെയ്തിട്ടും തനിക്കിതൊന്നും സാധിച്ചില്ലോ എന്ന് ആ ഒരു പകയന് വലിയ നിരാശ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഓന് വലിയൊരു പൂതി ഉണ്ടാകുകയാണ്. താരത്തിനെ ഒന്ന് ഉമ്മമ്പൊക്കെ കെട്ടിപ്പുണരുക, താരത്തെ പൊക്കിയെടുക്കുക, താരവുമായി ഒരു അത്തരത്തിലൊരു കാമക്കടുവയായി മാറാൻ, അതായത് താരത്തിന്റെ ആരാധകർ ഞരമ്പന്മാർക്ക് തോന്നുന്ന അതേ ഒരു ആഗ്രഹം ഓനിക്കും തോന്നുകയാണ്. അങ്ങനെ ഓന്റെ കുടുംബം വിറ്റതിന് ശേഷം ഒരു ആൽബം എടുക്കുകയാണ്. ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഏറെ ഞെട്ടലുളവാക്കുന്ന ചില ക്ലിപ്പിങ്ങുകൾ, ചില വോയിസുകൾ താരത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചില നടികൾ, സജീന അടക്കമുള്ള ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് വളരെ വ്യക്തമായി നമുക്കൊന്ന് പരിശോധിക്കാം. വരട്ടെ. സംഭവം ബിക്കിനല്ല, മോണോക്കിനാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് താഴത്ത് ഒരു ഷാളാക്കാം എന്നാ വിചാരിച്ചു. ഇതിലുള്ള പിക്ചർ അങ്ങനെ തന്നെ ഇട്ടുന്നേ ഉള്ളൂ. താഴത്തൊരു ഷാളാവുമ്പോൾ അത് മൂന്നായിട്ട് മടക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ മുകളിലത്തെ പീസ് ഇച്ചിരി ചെറുതായി പോയി. റെഡിയാ ഇതോ ഇപ്പം ഇട്ട ഈ പിക്ചറോ? അഡ്രസ്സ് ഒന്ന് പറയണേ. ഞാൻ ഓൺലൈനിൽ ഡ്രസ്സ് ആ അഡ്രസ്സിലേക്ക് അയക്കാം. അപ്പോൾ കൈപ്പറ്റാൻ പറ്റുന്ന അഡ്രസ്സ് ഏതാണോ അത് പിൻകോഡ് അടക്കം എഴുതിയിരുന്നേ. ഇത് സെറ്റാണ്, പക്ഷെ ഇതിന്റെ പുറത്തുള്ള കോട്ട് വേണം, മറ്റേ ഓവർ കോട്ട് വേണം. അതൊക്കെയാണ്, ഇത് സെറ്റാണ്. നിങ്ങൾ തന്നെ ഇത് റെഡിയാക്കിക്കോ. എനിക്കിത് എവിടെ ചെന്നാൽ മേടിക്കണമെന്നൊന്നും അറിയില്ല. എന്നാണ് ഞാൻ നമുക്കൊരു പൂൾ സീനുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാവോ? കാരണം ഞാൻ ബിക്കിനി ഇടത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിക്കിനി തന്നെയാണ്, ബിക്കിനിയുടെ വേറൊരു വേർഷനാണ്. അപ്പൊ ഞാൻ ഇത് ഇടാനുള്ള ഒരു ഇതില്ല. ലൈന മ്യൂസിക് കുടുങ്ങി ആൽബല്ലേ, ദാസേട്ടൻ രേണുസുതി അവർ വെച്ച് കഴിഞ്ഞ പ്രോജക്റ്റ് ചെയ്താ. ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, വെണ്ണില എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഷൂട്ട് 6-ാം തീയതി 7-ാം തീയതിയാണ്. ഏപ്രിൽ 6-7 ഈ വരുന്ന 6-ാം തീയതി 7-ാം തീയതി. അപ്പോൾ അത് കക്കാടംപൊയിൽ പൊറായി എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം ഇൻറ്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോജക്റ്റ് പോലെയല്ല, ഇത് കണ്ടറിഞ്ഞ് റിലീസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാൻസിന്റെ സൈസ് എത്രയാണ്? അരയുടെ സൈസ്? അതെ, മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. അതെ, പോൺ സൈറ്റുകളിൽ കൊടുക്കാൻ വേണ്ടി താരത്തെ വെച്ച് ഒരു നീല ചിത്രം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അതായത് ഋതപ്പൻ പോലും ഇടാൻ മടിക്കുന്ന തരത്തിലുള്ള 27-ന് കൊടുക്കുന്ന ഡ്രസ്സുകളാണ് താരത്തെ ഇടാൻ പ്രേരിപ്പിച്ചത്. അതിടാതിരുന്ന താരത്തോട് മദ്യം കുടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന്റെ കഴിഞ്ഞകാല ആൽബങ്ങൾ കണ്ടതിന് ശേഷം പുളകം കൊണ്ടൊരു പഹയൻ ഓനോന്റെ കുടുംബം വിറ്റ് ഒരു ആൽബം എടുക്കുകയാണ്. താരത്തെ വെച്ച് ഒരു നീലചിത്ര നിർമ്മാണത്തിനുള്ള ശ്രമമാണ് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലൊരവസ്ഥ ഒരു താരത്തിനും ഉണ്ടാവാതിരിക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.